നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. ഹക്കീം വധം, പയ്യന്നൂർ വീണ്ടും സമരമുഖത്തേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധം അന്വേഷണം CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭം. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൃക്കരിപ്പൂർ മാതൃകാ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം ITയിൽ K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. പയ്യന്നൂർ ഉളിയത്തുകടവ് സ്മൃതി പാർക്ക് സംരക്ഷണത്തിന് ഒടുവിൽ പയ്യന്നൂർ നഗരസഭയെത്തി. പാർക്കിലെ കാടുകൾ വെട്ടിത്തെളിച്ച് പാർക്ക് ശുചീകരിച്ചു. പാർക്കിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 80-ാം വയസ്സിൽ വിഷചികിത്സാ രംഗത്തെ സജീവ സാന്നിധ്യമായി കമ്പല്ലൂർ പെരളത്തെ പുതിയടവൻ പാർവതി. 10-ാം വയസ്സിൽ തുടങ്ങിയ ചികിത്സ പാർവതിക്ക് ഇന്നും ജീവിതചര്യയാണ്. കരിങ്കുഴി അണക്കെട്ട് നിർമ്മാണ പ്രവൃത്തി അനാസ്ഥയ്ക്കെതിരെ പ്രദേശത്തുകാരുടെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ ഓഫീസ് മാർച്ചും ധർണയും. ധർണ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാള ഗാനശാഖയിലെ അതുല്യ വ്യക്തിത്വം P. ഭാസ്കരൻ വിട പറഞ്ഞിട്ട് ഫെബ്രുവരി 25-ന് 8 വർഷം തികയുന്നു. ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ മലയാളിക്ക് ഇന്നും ഹൃദിസ്ഥമാണ്. വാർത്തകൾ വിശദമായി. ഹക്കീം വധം CBI അന്വേഷണം ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രക്ഷോഭ ഭാഗമായി പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തുടർന്ന് ഗാന്ധി പാർക്കിൽ അനിശ്ചിതകാല സത്യഗ്രഹവും ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ നീതിവൃക്ഷ സമീപത്തു നിന്നും ബഹുജന പ്രകടനത്തോടെ ടൗൺ വഴിയാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. തുടർന്ന് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ T. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മാഫിയകളാണ് ഇന്ന് കേരളം നിയന്ത്രിക്കുന്നത്. പല കേസിലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണ സംഘം സ്ഥലത്തെത്തുമ്പോഴും സാധാരണക്കാരന്റെ കാര്യങ്ങൾ വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് T. പുരുഷോത്തമൻ അഭിപ്രായപ്പെട്ടു. N. സുബ്രഹ്മണ്യൻ, ലാലു, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹക്കീമിന്റെ ഭാര്യയും മകനും ധർണയിൽ സംബന്ധിച്ചു. തുടർന്ന് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും ആരംഭിച്ചു. ഹക്കീമിന്റെ മകൻ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയതോടെയാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. പ്രതികളെ പിടികൂടും വരെ അല്ലെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കും വരെയാണ് സത്യാഗ്രഹ സമരം. ഹക്കീം വധം ശ്രീകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. പ്രക്ഷോഭ നടപടികളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിലെ വീടുകളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കും. മാർച്ച് 15-ന് ഹർജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഭീമഹർജി നൽകുവാനും ജനകീയ പ്രതിഷേധ ഉപവാസ സത്യാഗ്രഹം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ഭീമഹർജി ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 2-ന് കൊച്ചിയിൽ നടക്കും.
മാർച്ച് 2 മുതൽ 10 വരെ പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഹർജിയിൽ ഒപ്പ് ശേഖരിക്കും. പയ്യന്നൂരിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പെരുമ്പ മുതൽ പയ്യന്നൂർ ടൗൺ വരെ വിവിധ കേന്ദ്രങ്ങളിലും മാർച്ച് 9-10 തീയതികളിൽ നിന്നും ഒപ്പ് ശേഖരണം നടത്തും. മാർച്ച് 15-ന് കർമ്മസമിതി പ്രതിനിധികൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഭീമഹർജി സമർപ്പിക്കും. അന്നേ ദിവസം പയ്യന്നൂരിൽ ജനകീയ പ്രതിഷേധ ഉപവാസം സംഘടിപ്പിക്കും. കർമ്മസമിതി യോഗത്തിൽ സി കൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. KV ലളിത, TI മധുസൂദനൻ, PV കുഞ്ഞപ്പൻ, NV ഭാസ്കരൻ, TCV ബാലകൃഷ്ണൻ, P ജയൻ, AV ബാലൻ, AV തമ്പാൻ, PM രമേശൻ, ഇക്ബാൽ പോപ്പുലർ, M മുകുന്ദൻ, M പ്രദീപൻ, K കമലാക്ഷൻ, M പ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച മാതൃക അംഗൻവാടി കെട്ടിടത്തിന് ആയിറ്റിയിൽ K കുഞ്ഞിരാമൻ MLA തറക്കല്ലിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. നിയോജക മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മാതൃകാ അംഗൻവാടി അനുവദിക്കാമെന്നിരിക്കെ ആയിറ്റിയിൽ തന്നെ അനുവദിക്കാൻ മുൻകൈയെടുത്ത MLAയെ വാദ്യമേളങ്ങളോടെയാണ് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും രാഷ്ട്രീയ പ്രവർത്തകരും പ്രകടനമായി തറക്കല്ലിടാനായി ആനയിച്ചത്. തറക്കല്ലിടലിനു ശേഷം ആയിറ്റി ജംഗ്ഷനിൽ ചേർന്ന പൊതുയോഗവും പ്രവൃത്തി ഉദ്ഘാടനവും K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. എത്ര ലക്ഷം ആളുകളാണ് എങ്ങനെ ഗൾഫിലെത്തിയത്? ഈ വിദ്യാഭ്യാസത്തിന്റെ അതിന് പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. വിദ്യ കയ്യിലുള്ളപ്പോൾ എവിടെ പോയി ജോലിയെടുക്കാനുമുള്ള ഒരു തന്റേടം, ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം ആളുകൾക്കുണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ വാർഡ് മെമ്പർ ഷംസുദ്ദീൻ ആയിറ്റിക്ക് കോളനി നിവാസികൾ തയ്യാറാക്കിയ ഉപഹാരം K കുഞ്ഞിരാമൻ MLA വിതരണം ചെയ്തു. ക്ഷേമ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T അജിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സത്താർ വടക്കുംപാട്, CDPO ലതിക, PK വിനോദ്, ആലപ്പി അഷ്റഫ്, പ്രസീദ A, പാത്തുമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്കിലെ കാട് വെട്ടിത്തെളിച്ച് ശുചീകരിക്കുവാൻ ഒടുവിൽ പയ്യന്നൂർ നഗരസഭ തയ്യാറായി. പാർക്ക് കാടുപിടിച്ച് സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയ സംഭവം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം നടന്ന പയ്യന്നൂരിൽ അതിന്റെ ഓർമ്മയ്ക്കായി ഉളിയത്ത് കടവിലെ ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്കിന്റെ ശോച്യാവസ്ഥയെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. ഇതിന്റെ ഇമ്പാക്ട് തന്നെയാണെന്ന് പറയാം. ബുധനാഴ്ച രാവിലെ തന്നെ പയ്യന്നൂർ നഗരസഭയുടെ തൊഴിലാളികളെത്തി ശുചീകരണ പ്രവൃത്തി നടത്തി. കോമ്പൗണ്ടിനുള്ളിലെ കാട് വെട്ടിത്തളിച്ചു. പ്രദേശത്ത് നിറഞ്ഞിരുന്ന മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് സഞ്ചികളും മുഴുവനും നീക്കം ചെയ്തു. കാട് പിടിച്ച് കിടക്കുന്ന പാർക്കിന്റെ കോമ്പൗണ്ട് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു. പകൽ പോലും മദ്യപന്മാർ ഇവിടെ താവളമടിച്ചിരുന്നു. സംരക്ഷണമില്ലാതെ ശോച്യാവസ്ഥയിലായ പാർക്ക് പയ്യന്നൂർ നഗരസഭ ഇടപെട്ട് ഇപ്പോൾ ശുചീകരിച്ച് വൃത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിങ്കുഴി അണക്കെട്ട് നിർമ്മാണം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മൈനർ ഇറിഗേഷൻ വകുപ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിങ്കുഴി അണക്കെട്ടിന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുക എന്ന ആവശ്യമുയർത്തിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മൈനർ ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇതിന്റെ പ്രവർത്തനത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അവഗണിക്കുകയായിരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി കൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റിലേക്ക് നിവേദന സമർപ്പിച്ചു. അന്നത്തെ ഗവൺമെന്റ് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലത്ത് ഒരു മലബാർ വികസന പാക്കേജ്, മലബാർ പാക്കേജിന് തന്നെ രൂപം നൽകി. 5 കോടി രൂപ അതിനുവേണ്ടി ബഡ്ജറ്റിൽ വകയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. K രാജൻ, KP കണ്ണൻ, P ശശി, P ഉഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിഷചികിത്സാ രംഗത്ത് സപ്തതി ആഘോഷിക്കുകയാണ് കമ്പല്ലൂർ പെരളത്തെ പുതിയടവൻ പാർവതി. 10 വയസ്സിൽ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയ വിഷചികിത്സ 80-ാം വയസ്സിലും തുടരുകയാണിവർ. ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലയിലെ ഏക വനിതാ മെമ്പർ കൂടിയാണ് പാർവതിയമ്മ. വയസ്സ് 80-ആയെങ്കിലും പാർവതിയമ്മയ്ക്ക് തിരക്കിന് ഒട്ടും കുറവില്ല. പച്ചമരുന്നന്വേഷിച്ച് ഓടി നടക്കുകയാണിവർ. 10-ാം വയസ്സിൽ പിതാവിന്റെ കൈപിടിച്ച് ആരംഭിച്ച വിഷചികിത്സയ്ക്ക് 70 വർഷമായിട്ടും തിരക്കിന് ഒട്ടും കുറവില്ല. മരുന്ന് പറിക്കാൻ പോകുമ്പോഴും അച്ഛൻ ഉരുവിട്ട് പഠിപ്പിച്ച ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് യാത്ര. പാരമ്പര്യ വൈദ്യ ഫെഡറേഷനിൽ വിഷചികിത്സാ രംഗത്തുള്ള ഏക മെമ്പറാണ് പാർവതിയമ്മ. വിഷചികിത്സയ്ക്ക് അത്യാവശ്യം വേണ്ട പച്ചമരുന്നുകളൊക്കെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. എന്നാലും ചില മരുന്നുകൾക്കായി പരക്കം പായേണ്ടി വരുമെന്നാണിവർ പറയുന്നത്. വിഷം തീണ്ടിയവരുമായി വരുന്ന ആളുകളുടെ ദൂതലക്ഷണം നോക്കിയാണ് ചികിത്സ. ഏത് ഭാഗത്തു നിന്ന് വരുന്നു, അയാളുടെ രൂപം, വസ്ത്രധാരണ രീതി ഇവയെല്ലാം നോക്കിയാണ് ചികിത്സ ആരംഭിക്കുക.
മരുന്ന് കിട്ടാൻ ഏറ്റവും വിഷമമുള്ളതും ഏറ്റവും അധികം മരുന്ന് ആവശ്യമുള്ളതും മണ്ഡലി വിഷചികിത്സയ്ക്കാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും സംസ്കൃത ഗ്രന്ഥങ്ങളും ചികിത്സാ ഗ്രന്ഥങ്ങളും പാർവതിയമ്മയ്ക്ക് മനഃപ്പാഠമാണ്. 70 വർഷമായി ചികിത്സിച്ചിട്ടും ഇന്നുവരെയും 1 രൂപ പോലും പ്രതിഫലം ഇവർ വാങ്ങിയിട്ടില്ലത്രേ. പ്രതിഫലം വാങ്ങാൻ പാടില്ലെന്ന പിതാവിന്റെ നിർദ്ദേശം അതേപടി പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യവും ഉണ്ടിവർക്ക്. ഒരിക്കൽ ഒരു വൈദ്യർ വിഷചികിത്സ പഠിപ്പിക്കുമോ എന്ന് ഇവരോട് ചോദിച്ചു. അവർ സമ്മതിച്ചതിനു ശേഷം അടുത്ത ചോദ്യം എത്ര പ്രതിഫലം കിട്ടും എന്നായിരുന്നു. പ്രതിഫലം ഇച്ഛിച്ചാണെങ്കിൽ ഇത് പഠിപ്പിക്കാൻ താൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നുവെന്ന് അഭിമാനത്തോടെ ഇവർ പറയുന്നു. എത്ര പാതിരാത്രിക്ക് ആളുകൾ വന്നാലും യാതൊരു മടിയും കൂടാതെ ചികിത്സിക്കുന്നു എന്ന ചാരിതാർത്ഥ്യവും അഭിമാനവും ഉണ്ടെങ്കിലും ഒരു സങ്കടം ഇവർക്ക് ബാക്കി നിൽക്കുകയാണ്. തന്റെ കാലശേഷം ഈ രംഗത്തേക്ക് വരാൻ മക്കൾ തയ്യാറാകുന്നില്ല എന്നതാണത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സർവീസ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി തൃക്കരിപ്പൂർ IT ജലഗതാഗത വകുപ്പ് കാര്യാലയത്തിന് സമീപത്തായി നിർമ്മാണം ആരംഭിച്ച സ്ലിപ്പ്വേയുടെ പ്രവൃത്തി നിലച്ച നിലയിൽ. 1 കോടിയിലധികം രൂപയ്ക്ക് കരാർ ഏറ്റെടുത്ത അഴീക്കൽ സിൽക്സ് അധികൃതർ കരാർ തുകയുടെ 90% കൈപ്പറ്റിയിട്ടും പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചതിൽ പ്രതിഷേധം ഉയരുന്നു. കൗവായിക്കാലിലോടുന്ന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാണ് സ്ലിപ്പ്വേ നിർമ്മിക്കാൻ അഴീക്കൽ സിൽക്സിന് കരാർ നൽകിയത്. കരാർ ഏറ്റെടുത്ത് പല തവണകളായി നിർത്തിവെച്ച് മാധ്യമവാർത്ത വന്നതിനെ തുടർന്ന് അധികൃതർ വിപുലമായ യോഗം ചേർന്ന് പണി ഉടനെ പൂർത്തീകരിക്കാമെന്ന വാഗ്ദാനം MLAയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം അറിയിച്ച് വർഷം പിന്നിട്ടിട്ടും മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചത്. ഇതിനിടെ തകരാറിലായ 2 ബോട്ടുകൾ ലക്ഷങ്ങൾ നൽകിയാണ് ഖലാസികളെ വരുത്തി കരക്ക് കയറ്റിയത്. ഇതിലൊന്ന് അറ്റകുറ്റപ്പണി തീർത്ത് നീറ്റിലിറക്കാനും ഖലാസികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. 1 കോടിയിലധികം തുകയ്ക്ക് കരാർ ഏറ്റെടുത്ത് 90% സംഖ്യയും സിൽക്സ് കൈപ്പറ്റിയെന്നാണ് അറിയുന്നത്. നഷ്ടത്തിലാണ് ഇവിടെയുള്ള ഈ സർവീസ് നഷ്ടത്തിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഇളക്കി പോകണമെന്നുള്ളതാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പക്ഷേ നാട്ടുകാരുടെ സമ്മർദ്ദം. പണി പകുതിയിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യമറിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചു. സ്ലിപ്പ്വേ ഇവിടെ ഒരുങ്ങുമെന്ന് പറഞ്ഞ് ഇതുവരെ ജോലി പൂർത്തിയാകാത്തതിൻ്റെ പേരിലാണ് കലാസികളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പ്രഭാകരൻ തരങ്കണി, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. കൺവെൻഷൻ KPCC എക്സിക്യൂട്ടീവ് അംഗം M. നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. CPM കൊലപാതകികളുടെയും ക്രിമിനലുകളുടെയും പാർട്ടിയായിരിക്കുകയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് M. നാരായണൻകുട്ടി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾ ശിക്ഷാർഹമാണ് എന്നത് നിലയിലേക്ക് കൊണ്ടുവരണം. ഏറ്റവും വലിയവരും ഏറ്റവും ചെറിയവരും ഒരുപോലെയാണ് ഈ സംഘടന, ശിക്ഷാർഹമാണ്. അങ്ങനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് തുടങ്ങാം. ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷനായി. AP. നാരായണൻ, അഡ്വക്കേറ്റ് DK. ഗോപിനാഥ്, VN. എരിപുരം, MK. രാജൻ, അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണം 2014-15 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി ടേബിൾ, ചെയർ വിതരണവും SSLC വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണവും നടന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്നും അതിന് ഒട്ടൊരളവിൽ വരെ പരിഹാരം കാണാനാണ് നഗരസഭ ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ C. കൃഷ്ണൻ MLA പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രൊജക്ട് തയ്യാറാക്കി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ചരിത്രപരമായ കാരണങ്ങളാൽ ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KV ലളിത അധ്യക്ഷയായിരുന്നു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AJ മാത്യു, വെള്ളൂർ GLPS ഹെഡ്മിസ്ട്രസ് MS സുവർജ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ KK ഗംഗാധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശ്യാമള, M. വനജ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, M. വാസന്തി, PK. സേതുമാധവൻ, അഡ്വക്കേറ്റ് DK. ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ ചെറുപുഴയിൽ നിർമ്മിക്കുന്ന മിൽമ ബൂത്ത് സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മിൽമ ബൂത്ത് സ്ഥാപിക്കാനായി നിർമ്മിച്ച തറയും പൈപ്പും സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തത്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് മിൽമ ബൂത്ത് സ്ഥാപിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് അനുവദിച്ചത്. ചെറുപുഴ ബസ് സ്റ്റാൻഡിനടുത്ത് റോഡരികിലെ ഓടയിൽ പൈപ്പിട്ട് അതിന്റെ മേൽ തറകെട്ടി സ്ഥാപിക്കാനാണ് അധികൃതരുടെ അനുമതി. അതിനായി പണി നടന്നുകൊണ്ടിരിക്കെയാണ് ചൊവ്വാഴ്ച രാത്രി സാമൂഹ്യവിരുദ്ധർ പൈപ്പും തറയും അടിച്ചു തകർത്തത്. പെരിങ്ങോം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ജയിൽ മോചിതനായി തിരിച്ചെത്തിയ എം വി ജയരാജന് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പരിയാരം ബസ് സ്റ്റോപ്പ് പരിസരത്തു നിന്നും വിദ്യാർത്ഥികളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് പ്രകടനമായി ജയരാജനെ കോളേജ് പരിസരത്തേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കെ പത്മനാഭൻ, എം ഡി കെ രവി, വൈസ് ചെയർമാൻ ശേഖരൻ മിനിയാടൻ, സിബ ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. എം വി ജയരാജൻ സുംബൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഞാനും എം വി ജയരാജൊക്കെ കുറച്ച് നിയമം പഠിച്ചതാണ്. ഹൗസ് ഓഫ് ലോർഡ്സ് ആണ് നമ്മുടെയൊക്കെ ഈ കോടതിയിലൊക്കെ ആദ്യ ഭാഗം. ഹൗസ് ഓഫ് ലോർഡ്സിലെ വിധി പറഞ്ഞ പല ജഡ്ജിമാരുടെയും ഫൂൾസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ വെള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി ആതിഥ്യമരുളുന്ന എം കെ വിപിനൻ സ്മാരക EMS ട്രോഫിക്ക് വേണ്ടിയുള്ള 5ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഫെബ്രുവരി 27 തുടക്കമാകും. മുൻ ഇന്ത്യൻ അത്ലറ്റ് ലോയിഡ് ജോസഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ താരങ്ങളടങ്ങിയ 8 ടീമുകളാണ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടുന്നത്. എറണാകുളം ബേസ് പെരുമ്പാവൂർ, MSP മലപ്പുറം, ഷൂട്ടേഴ്സ് പടന്ന, സൂപ്പർ സോക്കർ ബീച്ചാരിക്കടവ്, ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളം, MRCFC എടാട്ടുമൽ, ടൗൺ ടീം തൃക്കരിപ്പൂർ, ടൗൺ ടീം പയ്യന്നൂർ എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിന്നേഴ്സിന് പുലിക്കോടൻ വീട്ടിൽ പത്മനാഭന്റെ സ്മരണയ്ക്കുള്ള 15,000 രൂപ ക്യാഷ് പ്രൈസും, ചേനാറ്റിൽ ഗോവിന്ദന്റെ സ്മരണയ്ക്കുള്ള റോളിംഗ് ട്രോഫിയും, മെട്ടമ്മൽ ചെമ്മരത്തിയുടെ സ്മരണയ്ക്കുള്ള സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. റണ്ണേഴ്സിന് കണ്ണാട തെക്കിനിയിൽ കൃഷ്ണന്റെ സ്മരണയ്ക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും, അക്കരക്കാരത്തി ശ്രീദേവി അമ്മയുടെ സ്മരണയ്ക്കുള്ള റോളിംഗ് ട്രോഫിയും, അണക്കൂർ രാമന്റെ സ്മരണയ്ക്ക് കാരയിൽ രാജൻ നൽകുന്ന സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. മറ്റ് നിരവധി ട്രോഫികളും സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും വിജയികൾക്ക് നൽകും. എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ കണ്ടോത്ത് കിസാൻ കോവിലിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ചെയർമാനും മേഖലാ സെക്രട്ടറി PP അനോജ് കുമാർ ജനറൽ കൺവീനറുമായുള്ള 501 അംഗ സംഘാടക സമിതിയാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത്. മറ്റ് സബ് കമ്മിറ്റികളും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥമുള്ള വീഡിയോ വാൾ പ്രചരണം വ്യാഴാഴ്ച നടക്കും. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മുൻ ഇന്ത്യൻ അത്ലറ്റ് ലോയിഡ് ജോസഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളം സൂപ്പർ സോക്കർ ബീച്ചാരിക്കടവുമായി ഏറ്റുമുട്ടും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 6 വരെയാണ് ടൂർണമെന്റ് നടക്കുക. അഡ്വക്കേറ്റ് പി സന്തോഷ്, AV രഞ്ജിത്ത്, PP അനോജ് കുമാർ, K പവിത്രൻ, M സതീശൻ, P ഷിജിത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. കായിക പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൃക്കരിപ്പൂർ നടക്കാവിലെ ആധുനിക സിന്തറ്റിക് സ്റ്റേഡിയം പ്രവൃത്തി പുരോഗമിക്കുന്നു. ജില്ലയിലെ തന്നെ പ്രഥമ സിന്തറ്റിക് സ്റ്റേഡിയമാണ് നടക്കാവ് വലിയ കോവൽ മൈതാനത്ത് ഒരുങ്ങുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിലുള്ള വലിയ കോവൽ മൈതാനമാണ് കായിക ഭൂപടത്തിൽ ഇടം നേടി തൃക്കരിപ്പൂരിന്റെ യശസ്സുകൾ ഉയർത്തും വിധത്തിൽ ആധുനിക സിന്തറ്റിക് സ്റ്റേഡിയമായി ഒരുങ്ങുന്നത്. ദേശീയ ഗെയിംസ് അക്കാദമിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,80,00,000 രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മാണത്തിൽ വിദഗ്ധരായ ഡൽഹിയിലെ ശിവനരേഷ് കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. എർത്ത് ലെവൽ ചെയ്തതിനു ശേഷം GEO ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ക്ലോത്ത് വിരിച്ച് മുകളിൽ ഒരു ലെയർ 5 ഇഞ്ച് ജില്ലി 40 മില്ലിമീറ്റർ കനത്തിലും 4 ഇഞ്ച് ജില്ലി 20 മില്ലിമീറ്റർ കനത്തിലും ഒരു ലെയർ 10 മില്ലിമീറ്റർ ഡസ്റ്റ് മിക്സറും പാകിയ ശേഷം മുകളിൽ നിന്ന് 15 മില്ലിമീറ്റർ കനത്തിൽ കൃത്രിമ പുൽത്തകിടി വിരിച്ചാണ് സ്റ്റേഡിയം ഒരുക്കുന്നത്. നിർമ്മാണ സാമഗ്രികളൊക്കെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ആളിക്കത്തുന്ന വെയിലും തകൃതിയായി പണിയെടുക്കുന്ന ജോലിക്കാരും കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പരിചയവും സ്റ്റേഡിയം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. വിശാലമായ പവലിയൻ, വിശ്രമമുറി, ചുറ്റുവേലി തുടങ്ങി വിവിധ സൗകര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ ഭാഗമായി ഒരുക്കും. സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനതല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അടക്കം പ്രധാന മത്സര ഇനങ്ങൾക്ക് തൃക്കരിപ്പൂർ വേദിയാകും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ശാരീരിക വൈകല്യം പഠനത്തെ ബാധിക്കുന്ന അലോകിനെ തേടി സ്കൂൾ എത്തുന്നു. ചെറുപുഴ പാറക്കടവ് ALP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് നടക്കാൻ കഴിയാതെ സ്കൂളിലെത്താൻ കഴിയാത്ത അലോകിനെ പഠിപ്പിക്കാൻ വീട്ടിലെത്തുന്നത്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാറക്കടവ് LP സ്കൂളാണ് ഈ പുതിയ സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂളിൽ നിന്നും 1 കിലോമീറ്റർ അകലെ സെറിബ്രൽ പാൾസി രോഗം മൂലം നടക്കാൻ കഴിയാത്ത ആലോകിന്റെ വീട്ടിലെത്തി പഠിപ്പിക്കുന്നത് സ്കൂൾ അധ്യാപകനായ ബിജു മേത്യുവും ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളും ചേർന്നാണ്. എല്ലാ ബുധനാഴ്ചയും 10 മണി മുതൽ ഉച്ചവരെയാണ് സ്കൂൾ അലോകിന്റെ വീട്ടിലെത്തുന്നത്. സ്കൂളിൽ വന്ന് പഠിക്കാൻ സാധിക്കാത്ത തങ്ങളുടെ സഹപാഠിയെ കണ്ട് കുശലങ്ങൾ അന്വേഷിക്കാനും ഒപ്പം പഠിക്കാനും ഏറെ താല്പര്യത്തോടെയാണ് കുട്ടികൾ എത്തുന്നത്. സ്കൂളിലെത്തി പഠിക്കാൻ കഴിയാത്തതിലുള്ള ആലോകിന്റെ മനോവേദന ബുധനാഴ്ചത്തെ പഠനങ്ങളിലൂടെ അല്പം കുറയ്ക്കാൻ കഴിയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കവിയും ഗാനരചയിതാവുമായിരുന്ന P ഭാസ്കരൻ വിട പറഞ്ഞിട്ട് ഫെബ്രുവരി 25-ന് 8 വർഷം പൂർത്തിയാകുന്നു. മലയാള ചലച്ചിത്ര രചനാ രംഗത്ത് സ്വന്തമായി ഒരിടം സ്ഥാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു P ഭാസ്കരൻ.
പി ഭാസ്കരൻ എന്ന ഭാസ്കരമേനോൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ട് ഫെബ്രുവരി 25-ന് 8 ആണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. പി ഭാസ്കരന്റെ കവിതകൾ ഒരു കാലത്ത് ആന്റി കമ്മ്യൂണിസ്റ്റുകളെയും ഭരണകർത്താക്കളെയും ഒരുപോലെ വിരളി പിടിപ്പിച്ചിരുന്നു. പി ഭാസ്കരൻ കൂടുതലും ഓർമ്മിക്കപ്പെടുന്നത് ചലച്ചിത്രഗാന രചയിതാവ് എന്ന നിലയിലാണ്. ഇമ്പം മൂറുന്ന നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. 1950-ൽ പുറത്തിറങ്ങിയ ചന്ദ്രിക എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചത്. പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നീലക്കുയിൽ. ഇരുട്ടിന്റെ ആത്മാവ്, ആദികിരണങ്ങൾ തുടങ്ങി നിരവധി ചിത്രങ്ങൾ പി ഭാസ്കരൻ സംവിധാനം ചെയ്തു. അഭിനേതാവായും ചില ചിത്രങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന എത്രയോ മനോഹര ഗാനങ്ങൾ പി ഭാസ്കരനിലൂടെ പിറവിയെടുത്തു. ഒരു കാലത്ത് യുവത്വം മൂളി നടന്നിരുന്ന അല്ലിയാമ്പൽ കടവിൽ, ആറ്റുവഞ്ചി കടവിൽ വെച്ച് തുടങ്ങി എത്രയോ മധുരഗാനങ്ങൾ പി ഭാസ്കരൻ്റെതായുണ്ട്. പി ഭാസ്കരൻ തൻ്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. എന്താണ് പാതി നിർത്തിയതെന്താണ്? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്? പാതി നിർത്തിയതെന്താണ്? ചെറുപുഴ വെൻഡഡ് കം ചെക്ക് ഡാമിന്റെ പണി നിർത്തിവെച്ചിട്ടില്ലെന്നും മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കോൺട്രാക്ടറും അറിയിച്ചു. ചെറുപുഴ വെൻഡഡ് കം ചെക്ക് ഡാമിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ട് മാസങ്ങളായി. കഴിഞ്ഞ 3 ദിവസമായി പണി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പാലത്തിന്റെ ഡിസൈനിങ് പേപ്പറിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ് പണി നിർത്തിവെച്ചിരിക്കുന്നതെന്നുള്ള ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് ഇതിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസിനി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ പേപ്പറും തങ്ങളുടെ കൈവശമുണ്ടെന്നും തിങ്കളാഴ്ച പണി സൈറ്റിലെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതാണെന്നും പണി അല്പം കൂടി ദ്രുതഗതിയിലാക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തണൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 3ാമത് അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടം മാർച്ച് 1 ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. ശ്രീകൃഷ്ണൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. യുവാക്കളുടെ കൂട്ടായ്മയായ തണൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് 2013 ഫെബ്രുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് അംഗൻവാടി കലോത്സവം മാർച്ച് 1 ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. പയ്യന്നൂർ നഗരസഭയിലെ 68 അംഗൻവാടികളിലെ കുട്ടികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. രാവിലെ 9 മണിക്ക് പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ KK ഗംഗാധരന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA ശ്രീകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന അംഗൻവാടിക്ക് അടിയോടി വീട്ടിൽ ഓമനാമ്മയുടെയും വരിക്കൽ വീട്ടിൽ കല്യാണി അമ്മയുടെയും സ്മരണയ്ക്ക് പേരമക്കൾ സ്പോൺസർ ചെയ്യുന്ന റോളിംഗ് ട്രോഫിയും, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ അംഗൻവാടിക്ക് മെട്ടമൽ ലക്ഷ്മിയുടെ സ്മരണയ്ക്ക് മക്കൾ സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് ജ്യോതിസദനം ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും, കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കുട്ടിക്ക് പയ്യന്നൂർ പൗരസമിതി നൽകുന്ന മെഡലും സമ്മാനിക്കും. ഒപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അംഗൻവാടി കലോത്സവം അപൂർവമാണെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന അംഗൻവാടി കലോത്സവം ചാനലിൽ തത്സമയ സംപ്രേഷണവും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. തണൽ ചെയർമാൻ ഗണേഷ് P, സെക്രട്ടറി സജേഷ് CV, കമലാക്ഷൻ P, പ്രസാദ് PM, രാഹുൽ CPK, പ്രജിത്ത് M, VV രവീന്ദ്രൻ നായനാർ, ദിബിൻ M എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ഉപജില്ലാ അറബിക് അധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനവും പയ്യന്നൂർ BRCയിൽ നടന്നു. നഗരസഭാ അധ്യക്ഷ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാന്യത ലഭിക്കുന്ന ജോലികളിലൊന്നാണ് അധ്യാപക വൃത്തി എന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ചാലും അധ്യാപകൻ തന്നെയായിരിക്കുമെന്നത് ഈ ജോലിയുടെ മാത്രം പ്രത്യേകതയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ KV ലളിത അഭിപ്രായപ്പെട്ടു. ഒരു അധ്യാപകൻ എന്നും അധ്യാപകനാണ്. സർവീസിൽ നിന്ന് വിരമിച്ച് മരണം വരെയും സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന മാന്യത എന്ന് പറയുന്നത്, അംഗീകാരം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M വാസന്തി അധ്യക്ഷയായി. ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷൻ ഓഫീസർ PP അബ്ദുൾ ജബ്ബാർ, വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക TO റംല, കരിവള്ളൂർ പാട്ടിയമ്മ സ്കൂൾ അധ്യാപകൻ KC അഷറഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പയ്യന്നൂർ AO TK മാധവൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. കൗൺസിലർമാരായ മണിയറചന്ദ്രൻ, ഷമീമ, നസീമ ടീച്ചർ, ഹാരിഷ് പെരുങ്ങോം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
KPCCയുടെ നിർദ്ദേശപ്രകാരം വാർഡ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആലോചനാ യോഗം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ DCC ജനറൽ സെക്രട്ടറി KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ ആഹ്വാനപ്രകാരം സുതാര്യമായ രീതിയിൽ വാർഡ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വേദിയൊരുക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തകരെ സജ്ജരാക്കാനുള്ള തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം പ്രിയദർശിനി മന്ദിരത്തിൽ ചേർന്നു. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ ചുമതലപ്പെടുത്തിയ ആളുകളെ കുറിച്ച് പല തർക്കങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ 1-ാം തീയതി 3 മണിക്ക് വാർഡ് യോഗം വിളിച്ചു ചേർത്ത് വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്ന പ്രവർത്തനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C. രവി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ, DCC ജനറൽ സെക്രട്ടറി PK ഫൈസൽ, K. ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് SC/ST കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും അനുബന്ധ വസ്തുക്കളും വിതരണം ചെയ്തത്. പദ്ധതികൾ ഓരോ വാർഷിക പദ്ധതിയിലും പാലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ കുറെ കൂടി മെച്ചപ്പെട്ട നിലക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് നിർവഹിച്ച് മുമ്പോട്ട് വരുന്നത്. ചടങ്ങിൽ കൃഷ്ണൻ KV അധ്യക്ഷനായിരുന്നു. പങ്കജവല്ലി, KP സതീശൻ, തുളസീധരൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. എടാട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 8ാമത് വാർഷികം സമുചിതമായി ആചരിച്ചു. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രാദേശിക സ്വത്വങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും വളരെ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് ഇത്. ക്ലബ്ബ് പ്രസിഡന്റ് ദീപേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുഖ്യാതിഥിയായി. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ E. നാരായണൻ, റീന, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മേലേടത്ത് ഗംഗാധരൻ മാസ്റ്റർ, ഹോപ്പ് ചാരിറ്റബിൾ വൈസ് പ്രസിഡന്റ് MP മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സനു അടുക്കാട്, മിഥുൻ CV എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വയനാട് നാട്ടുകൂട്ടത്തിന്റെ ഗോത്രമൊഴിയും അരങ്ങേറി. കാരമേൽ പുതിയങ്കാവിൽ പ്രവാസി സ്വാശ്രയ സംഘം ഹോട്ടൽ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി EMB അബൂബക്കർ അധ്യക്ഷനായി. പ്രവാസികൾ പല മേഖലകളിലും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇത്തരം സംരംഭങ്ങൾ അവർക്ക് തുണയാകട്ടെ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ C. കൃഷ്ണൻ MLA പറഞ്ഞു. പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെല്ലാം വിധേയരാകുന്നവരുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാതെ നഷ്ടം തിരിയുന്നവരുണ്ട്, തിരിച്ചു വരാൻ കഴിയാത്തവരുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും കാറ്ററിംഗ് സർവീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷൻ KK ഗംഗാധരൻ നിർവഹിച്ചു. TI മധുസൂദനൻ, AP നാരായണൻ, KV ബാബു, M. അബ്ദുള്ള, P. വിജയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ പച്ചക്കറി വിളവെടുപ്പ്. കണ്ടോത്ത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ജനകീയ കൂട്ടായ്മയിൽ വിളവെടുപ്പ് നടന്നത്. വെള്ളൂർ സർവീസ് ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. കാർഷിക രംഗത്തെ സമഗ്രമായ ഇടപെടലിന്റെ ഭാഗമായാണ് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബ്ബ് മുൻകൈയെടുത്ത് ജൈവ പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. ബാങ്ക് വെള്ളൂർ വില്ലേജിലെ കർഷക കുടുംബങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ച വിത്ത് പ്രയോഗിച്ചാണ് കണ്ടോത്ത് പാടശേഖരത്തിൽ പച്ചക്കറി വിത്തിട്ടത്. ചീരയും വെണ്ടയും പടവലവും പാവയ്ക്കയുമെല്ലാം ഇപ്പോൾ സമൃദ്ധമായി വിളഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കൃഷി പരിപാലിച്ചത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വെള്ളൂർ ബാങ്ക് പ്രസിഡന്റ് V. കുഞ്ഞികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സംഭരിച്ച് ബാങ്കിലെ മെമ്പർമാർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. സെക്രട്ടറി TP രവീന്ദ്രൻ, TT ഗോവിന്ദൻ, VN മനോഹരൻ, PV ലക്ഷ്മണൻ, കൃഷി അസിസ്റ്റന്റ് M. സുരേഷ്, K. സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. കേളോത്ത് വിളക്കാട്ട് ചേരിക്കൽ അറിയിൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. ക്ഷേത്രം കാരണവർ പൈതലൻ ഗോവിന്ദൻ കൃഷി ഓഫീസർ മോഹനൻ അടിയോടിയിൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. 25 വർഷങ്ങൾക്ക് ശേഷം കളിയാട്ടം നടക്കുന്ന കേളോത്ത് ശ്രീ അറിയിൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഫണ്ട് പിരിവിന്റെ ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്രം കാരണവർ പൈതലൻ ഗോവിന്ദന് ആദ്യ ഫണ്ട് നൽകി റിട്ടയർഡ് കൃഷി ഓഫീസർ മോഹനൻ അടിയോടി നിർവഹിച്ചു. ചടങ്ങിൽ A. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പൈതലൻ രാജീവൻ, സുവർണൻ, രവി, ബാബു, ഷൺമുഖൻ, ബാലൻ, രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുട്ടിൽക്കാവ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
5 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി വലിയ തമ്പുരാട്ടിത്തോറ്റം, കൊടിയിലേക്ക് കയറൽ, ദീപാരാധന, പടക്കത്തി ഭഗവതിയുടെ പുറപ്പാട്, പൊറാട്ട് എന്നിവ നടന്നു. 26 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് പുതിയ ഭഗവതിയുടെ എഴുന്നള്ളത്ത്, രാത്രി 8 മണിക്ക് കാഴ്ചപ്പുറപ്പാട് എന്നിവയും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ കുണ്ടോർ ചാമുണ്ടി, ഗുളികൻ, പുതിയ ഭഗവതി, മുട്ടിൽ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ശനിയാഴ്ച ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കലോത്സവത്തിൽ പയ്യന്നൂർ വിദ്യാപീഠം കോളേജിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചു. കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കലോത്സവത്തിൽ പയ്യന്നൂർ വിദ്യാപീഠം കോളേജ് മികച്ച വിജയം കരസ്ഥമാക്കി. മത്സരിച്ച ഒപ്പന, മലയാളം പ്രസംഗം തുടങ്ങിയവയിൽ 1-ാം സ്ഥാനവും മൈം, നാടൻപാട്ട്, സംഘഗാനം തുടങ്ങിയ ഇനങ്ങളിൽ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധം അന്വേഷണം CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭം. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൃക്കരിപ്പൂർ മാതൃകാ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം ITയിൽ K. കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. പയ്യന്നൂർ ഉളിയത്തുകടവ് സ്മൃതി പാർക്ക് സംരക്ഷണത്തിന് ഒടുവിൽ പയ്യന്നൂർ നഗരസഭയെത്തി. പാർക്കിലെ കാടുകൾ വെട്ടിത്തെളിച്ച് പാർക്ക് ശുചീകരിച്ചു. പാർക്കിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 80-ാം വയസ്സിൽ വിഷചികിത്സാ രംഗത്തെ സജീവ സാന്നിധ്യമായി കമ്പല്ലൂർ പെരളത്തെ പുതിയടവൻ പാർവതി. 10-ാം വയസ്സിൽ തുടങ്ങിയ ചികിത്സ പാർവതിക്ക് ഇന്നും ജീവിതചര്യയാണ്. കരിങ്കുഴി അണക്കെട്ട് നിർമ്മാണ പ്രവൃത്തി അനാസ്ഥയ്ക്കെതിരെ പ്രദേശത്തുകാരുടെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ ഓഫീസ് മാർച്ചും ധർണയും. ധർണ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാള ഗാനശാഖയിലെ അതുല്യ വ്യക്തിത്വം P. ഭാസ്കരൻ വിട പറഞ്ഞിട്ട് ഫെബ്രുവരി 25-ന് 8 വർഷം തികയുന്നു. ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ മലയാളിക്ക് ഇന്നും ഹൃദിസ്ഥമാണ്. കാർത്തിക നാളായാലും കണ്ണിനു കണ്ണായി തന്നെ ഞാൻ വളർത്തും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.